ലിഫ്റ്റ് അടയാൻ പോയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലിഫ്റ്റ് നമ്മൾ കൈ വെച്ച് ലിഫ്റ്റ് തടയൂലേ, അപ്പം ഞാൻ ചോദിച്ചു എന്താ സഹകരണം, അല്ല എല്ലാവരും കയറി. ഞാൻ പറഞ്ഞു എല്ലാവരും കയറി, ഇദ്ദേഹം ആരും ഉദ്ദേശിക്കണമെന്ന് എനിക്ക്, ഞാനിനി ഇദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി അറിയും. അപ്പം അദ്ദേഹം പറയണം എന്നോട്, ഉമാ തോമസ് അവിടെ. ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. എന്നിട്ട് എന്നോട് പറയുകയാണ്, അവർ ഈ അടുത്തല്ലേ വീണത് മേറെ, അവർക്ക് നമ്മുടെ പോലെ കയറി വരാൻ പറ്റും. വൈകാരികമായി ഞാൻ അതും ഇതൊരു ഇൻ്റർവ്യൂവിൽ പറയാത്ത കാര്യമാണ്. കാരണം ഇതേപോലെ ഒരു സോഫയിൽ ഇരുന്നിട്ട് കൊടിയേരി രോഗിയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്നോട് വലിയ വാത്സല്യത്തിൽ പെരുമാറിയ ഒരാളാണ്. എന്നോട് പറഞ്ഞാലേ അതിൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാ ബ്രഹ്മപുരം ഒന്ന് ക്ലിയർ ആക്കണം. അതെന്താ വെച്ചാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്നോട് അതിര് കടന്ന വാത്സല്യമുള്ള ഒരാളാണ്. എം പി രാജേഷ് എന്നെ വന്ന് അദ്ദേഹത്തിന്റെ കാറിൽ ഹൈജാക്ക് ചെയ്യാന്ന് പറയില്ലേ, കയറ്റിയിട്ട് കുറേ പരിപാടി ഇങ്ങനെ പറയണം. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പൊട്ടിത്തെറിച്ചു, ഇതൊന്നും ഇവിടെ പ്രായോഗികമല്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ആ കാലത്തൊക്കെ. അതൊന്നും പറഞ്ഞു, ഇനി ഞാൻ പറയണത് അതിൽ കേൾക്കണം. കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഈ അവസാനത്തെ കൗൺസിൽ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, രാഷ്ട്രീയപരമായി ചിലപ്പോൾ ഒരു വാഗ്വാദങ്ങളോ ബഹളങ്ങളൊക്കെ ഉണ്ടാകേണ്ടി വരാം, പക്ഷേ അത്ര തന്നെ ബഹളങ്ങൾക്ക് പോലും ഒരു സാധ്യതയില്ലാതെയാണ് ഈ കാലയളവ് പൂർത്തിയായത്. പറയുമ്പോൾ ഒരു തൂക്കുസഭ എന്നൊക്കെ പറയുന്നത് പോലെ ഏത് സമയത്ത് വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു ഭരണസമിതി കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ കാലയളവിൽ ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു പദ്ധതി ചോദിക്കുകയാണെങ്കിൽ? സംതൃപ്തി നൽകിയ പദ്ധതി പലതുണ്ട് എന്നതാണ് ശരി. കാരണം അത് നിങ്ങളെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച പദ്ധതി സമൃദ്ധിയാണ്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഉച്ചയ്ക്ക് പലരുടെയും വിശപ്പകറ്റുന്നു എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കുടുംബങ്ങളുടെ വിശപ്പകറ്റുന്നു എന്നുള്ളത്. കാരണം ഈ കുടുംബശ്രീ സ്ത്രീകൾക്ക് ഒരുപാട് വീടുകളിൽ അവർക്ക് മാസം ഒരു ക്ലിപ്തമായ നല്ല വരുമാനം കിട്ടുന്നു. നിങ്ങൾ തൊഴിൽ കൊടുക്കുന്നതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. 2, 3 സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അതാണ് ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് സമൃദ്ധിയാണ്. പക്ഷെ നിങ്ങളൊരു ഭരണാധികാരി എന്ന നിലയിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ K-സ്മാർട്ടാണ്. കാരണം എല്ലാം ഓൺലൈനിലായില്ലേ. അത് കേരളത്തിന് തന്നെ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിൻ്റെ പദ്ധതി പണം ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി IKMുമായി ചേർന്ന് ഞാൻ നടത്തിയ ആ ഒരു ഇടപെടൽ കേരളത്തിലെ തന്നെ നിക്ഷേപ അന്തരീക്ഷത്തെ മാറ്റിമറിച്ച ഒരു പദ്ധതിയായി ശ്രീ എം പി രാജേഷ് മാറ്റുകയുണ്ടായി. വിപുലീകരിക്കുന്ന ഒരു ഘട്ടം എങ്ങനെയായിരുന്നു? അതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ സത്യത്തിൽ അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പാണ് ശ്രീ ഗോവിന്ദൻ മാഷ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ മാഷിനോടൊരു വലിയ വാത്സല്യമുള്ള ഒരാളാണ്. കാരണം എന്നെ ഒരു കേഡർ എന്നുള്ള കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാഷിന് വലിയ പങ്കുണ്ട്. അതിൽ സ്നേഹനിർഭരമായ പെരുമാറ്റത്തിനേക്കാൾ കൂടുതൽ മിക്കവാറും ചീത്തോറയിലായിരിക്കും. പക്ഷെ എങ്കിലും മാഷിൻ്റെ ഉള്ളിനുള്ളിൽ ഒരു രക്ഷിതാവിൻ്റെ സ്നേഹം എന്നോട് അന്നും ഇന്നും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മാഷിന് ഒരു ഉറപ്പായിരുന്നു ഞാൻ മേയറായി പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ഓൺലൈൻ പദ്ധതിയെ സംബന്ധിച്ച ചർച്ചകൾ വന്നപ്പോൾ ആദ്യം ഉണ്ടായൊരു വലിയ പ്രയാസം ഈ നമ്മുടെ ചീഫ് സെക്രട്ടറി തന്നെ ബോർഡിൽ എതിർക്കുമായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത് ശരിയുണ്ട്, കൊച്ചി കോർപ്പറേഷനിലെ ആളിലൊന്നും ചെയ്യില്ല, എന്തിനാണ് നമ്മൾ ഈ സ്മാർട്ട് സിറ്റി മിഷൻ്റെ, കാരണം 50% കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും 50% സ്റ്റേറ്റും കോർപ്പറേഷനോ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സ്റ്റേക്ക് ഉണ്ട്. അദ്ദേഹം ചെയർമാനാണ്, ഞാനാണ് ഒരേ ഒരു ജനപ്രതിനിധി ബോർഡിൽ. അപ്പോൾ ശ്രീ VP ജോയാണ് ചീഫ് സെക്രട്ടറി. അദ്ദേഹം വളരെ സിൻസിയറായിട്ട് പറയുന്നൊരു അഭിപ്രായം, ഇപ്പം അതിൽ വലിയൊരു സീക്രസിയുടെ ഇതില്ലെങ്കിലും, ദ മേയർ ഇസ് ഗുഡ് ബട്ട് വാട്ട് അബൌട്ട് ദ എംപ്ലോയീസ്. ഈ ജീവനക്കാർ ഒന്നും ചെയ്യാതെ ഇപ്പം നമ്മുടെ ഈ പണം ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലെന്ന് പറഞ്ഞു. പക്ഷെ ബോർഡ് മെമ്പർമാരെല്ലാവരും 2-3 തവണയായി കഴിഞ്ഞപ്പോൾ ഇതിനി നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല, മേയർ പറയുന്നതിൽ. അങ്ങനെയാണ് നമ്മൾ ഈ സ്മാർട്ട് സിറ്റി മിഷൻ വിജയിച്ചത്. അവർ പറഞ്ഞു അത് CS ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കണം. അപ്പോൾ ചീഫ് സെക്രട്ടറി ഒരു നിർദ്ദേശം വെച്ചു, കേരളത്തിലെല്ലായിടത്തും ഈ ഒരു ഒറ്റ സോഫ്റ്റ്വെയർ ആവണം. അങ്ങനെയാണ് നമ്മൾ IKMിലേക്ക് തിരിയണത്. അങ്ങനെ IKMിൻ്റെ ബോർഡ് മെമ്പറാണ് ഞാനും. അങ്ങനെ ഒരു IKMിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ ഈ പ്രശ്നം, അതിനു മുമ്പേ ഞാൻ ചെന്ന് മാഷിനോട് സംസാരിച്ചു. മാഷിന് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻട്രിക്കസീസ് ഒന്നും എനിക്ക് തന്നെ അറിയില്ല. മാഷിനോട് ഇതിൻ്റെ ഇൻട്രിക്കസീസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായിരുന്നില്ല. മാഷിനോട് ചോദിച്ചാൽ നീ ഇത് മുഴുവൻ ചെയ്യുമോ? ഞാൻ പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം മാഷ് അന്ന് IKMിൻ്റെ ചുമതലക്കാരനായി തമിഴ്നാട്ടിൽ നിന്ന് വന്ന പഴയ IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ചെയ്യുന്നു. മാഷിന് വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പോൾ ആ ഏൽപ്പിക്കുന്നതാണ് എല്ലാ സംശയങ്ങളും മാറി. മാഷ് അതിനൊരു തീരുമാനം എടുത്തു, ഇത് കൊച്ചി കോർപ്പറേഷൻ്റെ പ്രശ്നം തീർക്കാൻ IKMനെ ഏൽപ്പിക്കുന്നു.
ഫണ്ട് മേയർ കൊണ്ടുവരും. അങ്ങനെയാണ് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യണം. ഞാൻ പറഞ്ഞു നിങ്ങൾ മലയാളികൾക്കും ഉള്ള അവസരം കൊടുക്കണം, അപ്പോൾ അവർക്ക് ആ ശമ്പളം കിട്ടട്ടെ. എന്നിട്ട് നിങ്ങൾ ഒരു അപ്പോൾ ഞങ്ങളുടെ ഹാർഡ്വെയർ പ്രോബ്ലംസ് ഒക്കെ അതിൽ ഞാൻ തീർത്തു. കാരണം ഞങ്ങളുടെ കമ്പ്യൂട്ടേഴ്സ് മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഈ കെ സ്മാർട്ടിൽ നിന്ന് വന്നു, ഈ 19 കോടിയിൽ നിന്ന്. ബാക്കി പണത്തിൻ്റെ ഒരു നല്ല ഭാഗമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷെ എം പി രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രി വേറൊരു തരത്തിലാണ്. എം പി രാജേഷ് മിനിസ്റ്റർക്ക് അദ്ദേഹം പുതിയ കാലത്തിൻ്റെ മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഈ സോഫ്റ്റ്വെയർ അൺവീൽ ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഡെപ്ത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പിന്നെ അതിൽ ഭയങ്കരമായി ഇൻവോൾവ് ചെയ്തു. ആദ്യം അദ്ദേഹം തീരുമാനിച്ചത്, എന്നോട് ചോദിച്ചൊരു നിർദ്ദേശം, നമുക്ക് ഒരു 7 സ്ഥലത്ത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്നോട് അദ്ദേഹം വെച്ചൊരു നിർദ്ദേശം, മേയറെ നമുക്ക് കണ്ണൂർ കോർപ്പറേഷനെ കൂടി. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവമൊക്കെ അറിഞ്ഞുകൊണ്ടാണ്, കണ്ണൂർ കോർപ്പറേഷൻ UDF ആണ്. ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ ആദ്യം UDF ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ചെയ്യണം. അങ്ങനെയാണ് ആദ്യം ആലോചിച്ചത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നുകൂടി ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, അങ്ങനെ വേണ്ട, എല്ലാ കോർപ്പറേഷനും ഒരുമിച്ച്, പിന്നെ എല്ലാ മുനിസിപ്പാലിറ്റി ഒരുമിച്ച്. ഞാനതിലൊക്കെ എനിക്ക് എൻ്റെ റിസർവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് അതിൻ്റെ മുമ്പിൽ നിന്നത് വളരെ വിജയകരമായി. ആ തുടക്കത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും, പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അത് കേരളത്തെ ഒരു ദൂരവ്യാപകമായി സ്വാധീനിച്ച ഒന്നാണ് ഈ ഓൺലൈൻ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അതിലെന്റെ ആശയം വളരെ നന്നായിരുന്നു എന്നാണ് കെ സ്മാർട്ട് പുറത്തു വന്നപ്പോൾ അതായത് ഇതിന്റെ ഒരു പ്രവർത്തിപഥത്തിലേക്ക് വന്നാൽ എക്സിസ്റ്റിംഗ് സംവിധാനത്തിൽ നിന്ന് കെ സ്മാർട്ട് യാഥാർത്ഥ്യമായതോടെ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്? പലതും. കാരണം പണ്ട് ഞാൻ കോർപ്പറേഷൻ ഓഫീസിലേക്ക് കയറുമ്പോൾ കോവിഡ് കാലത്ത് അവിടെ ഭയങ്കര നീണ്ട ക്യൂ ആണ്. കാരണം ഡെത്ത് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റ്. വിദേശത്തൊക്കെ ഉള്ള ആളിൽ എന്നെ വിളിച്ചിട്ട് ചീത്ത പറയാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ചീത്ത പറയുന്നതിനേക്കാൾ ഞങ്ങൾ എല്ലാ ദിവസവും ജനം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പാവപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ. അവർ അഴിമതിക്കാരും അല്ല, സത്യസന്ധരായി പ്രവർത്തിക്കുന്ന ആത്മാർ. ഒരു മടുത്തുവും. കാരണം എല്ലാ ദിവസവും കുറ്റവും കുറവും ആയിരിക്കും കൂടുതൽ കേൾക്കുന്നത്. പ്രശ്നങ്ങൾ ഞാൻ മാത്രമല്ല, അതിൽ കട്ടിങ് അക്രോസ് പൊളിറ്റിക്സ് ഇതാണ്. വളരെ ചെറിയ ശമ്പളം. അപ്പോൾ ഞാൻ വലിയ ആത്മവിശ്വാസത്തോടെ തുടങ്ങിയ ഒരു കാര്യം, ആദ്യം കോവിഡിൻ്റെ മരണങ്ങൾ, അതിനിടയിൽ അമേരിക്കയിൽ നിന്ന് ഒരാളുകൾ വിളിച്ച് ചീത്ത പറയുക. ഒന്ന് ആലോചിച്ച് പോയി, നിങ്ങൾക്ക് നാണോവില്ലേ, ഒരു പഞ്ചായത്തിൽ ഇതുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിന് ഞാൻ പണ്ട് കൗൺസിലിൽ ഇരിക്കുമ്പോൾ ഇത് ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് വന്നത്. പക്ഷെ സത്യത്തിൽ ഞാൻ എപ്പോഴും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇടയിലാണെങ്കിലും നുണ പറയാറില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കഴിവതും അപകടകരമല്ലാത്ത. അപ്പോൾ ശ്രീ ടി ജെ വിനോദ് MLA എൻ്റെ സുഹൃത്താണ്. അദ്ദേഹമാണ് എന്നോട്, ഞാനത് ശരിക്കും പറഞ്ഞാൽ പണ്ട് TCS ആയിരുന്നു, അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ആദ്യം ശ്രമിച്ചത്. അപ്പോൾ വിനോദ് MLA എന്നോടൊരു കാര്യം പറഞ്ഞു, മേയറെ, അദ്ദേഹം ഡെപ്യൂട്ടി മേയർ ആയിരുന്നല്ലോ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തില്ലെങ്കിൽ, IKM-നെ കൊണ്ട് ചെയ്യിച്ചില്ലെങ്കിൽ, നിങ്ങളൊരു ഭാഗത്തും ബാക്കി LSCDകൾ വേറൊരു ഭാഗത്തും. അതെന്നെ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ശ്രീമതി ശാരദ മുരളീധരൻ്റെ സഹായം തേടുന്നത്, LSCD സെക്രട്ടറിയുടെ. അവർ നന്നായിട്ട് സഹായിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ കെ സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് എത്തുന്നില്ലേ. ഇതോടൊപ്പം തന്നെ ആദ്യം മെൻഷൻ ചെയ്ത സമൃദ്ധി എന്ന് പറയുന്ന പദ്ധതി 20 രൂപ, അതിൽ 30 രൂപ ഊണ് കിട്ടും. 10 രൂപയ്ക്ക് തുടങ്ങി പിന്നെ 20 രൂപയിലേക്ക് എത്തുന്നു. ഈ പദ്ധതിയുടെ ഒരു ആശയം മുതൽ ഇത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം വരെ എങ്ങനെയാണ്? ഞാൻ ആ സമൃദ്ധിയിൽ ആദ്യം ചെല്ലണത് എല്ലാ ദിവസവും ചെല്ലും. അതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നീറ്റ്നെസ് എനിക്കൊരു എങ്ങനെയാണ് നടത്തുന്നത്, അവരെങ്ങനെയാണ് പെരുമാറുന്നത്. എല്ലാ ആഴ്ചയിലും ഞാൻ അതിൻ്റെ റിവ്യൂ മീറ്റിംഗ് നടത്തും. എപ്പോഴും കണക്ക് നോക്കും, എല്ലാ മാസവും കണക്ക് നോക്കും. പിന്നെ എപ്പോഴും ഞാൻ അവർക്ക് പണം പിരിച്ചു കൊടുക്കും. പല സ്ഥലത്തു നിന്നായിട്ട് അവർക്ക് പണം പിരിച്ചു കൊടുക്കുമായിരുന്നു. നിരന്തരമായി ഇൻവോൾവ് ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പകുതി ജോലി ഞങ്ങളുടെ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സണായ ഷീബാലാൽ ഇപ്പോഴത്തവണ ഒരു മത്സരിക്കുന്നുണ്ട്, അവരെ ചുമതലയേൽപ്പിച്ചു. അപ്പോൾ എൻ്റെ പോക്കും എൻ്റെ ശ്രദ്ധയും മാസത്തിലൊരിക്കലായി. കുറച്ച് വെച്ചപ്പോൾ അത് 6 മാസത്തിലൊരിക്കലായി. ഇപ്പൊ എനിക്ക് എന്താണ് അവിടെ നടക്കണേന്ന് എനിക്കറിയില്ല. പക്ഷെ അത് പരിപാടി സക്സസ് ആയി. കാരണം നമ്മുടെ ക്രോസ് സബ്സിഡൈസ്, കാരണം ഒരുപാട് പേര്, ഞാൻ ഷീബാലാലിനെ ഇന്ന് മാറ്റി. കാരണം ഞാനത് അവരോട് തന്നെ പറഞ്ഞ് മാറ്റി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളൊരു ഭരണാധികാരി ഒരു സ്ഥലത്ത് നമ്മുടേതാക്കരുത്. കാരണം ഈ എല്ലാ പദ്ധതികളും നമ്മുടെയാണെന്ന് പറയരുത്. എല്ലാ പദ്ധതിയും കൊച്ചിയുടെയാണ്. എല്ലാ നിങ്ങളുടെ സ്കീംസും കൊച്ചി നഗരത്തിലെയും കൊച്ചിയുടെ ജനങ്ങളുടേതാണ്. അത് പോയി ഏറ്റെടുത്തിട്ട് എൻ്റെ ആണെന്ന് പറയരുത്. അങ്ങനെ വന്നാൽ എന്താ പ്രശ്നം, കുറച്ച് കഴിയുമ്പോൾ നൈരാശ്യം വരും. നമ്മൾ ചില പദവികളിലേക്ക് വന്നിരുന്നിട്ട് പോകുന്ന വെറും റബ്ബർ സ്റ്റാമ്പുകളാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ വെക്കുന്ന ഒരു സ്റ്റാമ്പാണ് നിങ്ങൾ. ജനങ്ങൾ തിരിച്ചെടുത്താൽ നിങ്ങളുടെ സ്റ്റാമ്പിന് വിലയില്ല. കഴിഞ്ഞ ദിവസം ഈ ടോണി ചെമ്മണി പറഞ്ഞ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഈ CSML പ്രോജക്റ്റ് എന്ന് പറയുന്നത് UDF-ന്റെ കുഞ്ഞാണ്, അതിനെ അടർത്തി മാറ്റാൻ സമ്മതിക്കൂല എന്നുള്ളത്. ഞാനൊരു കാര്യം പറയാം, ശ്രീ ടോണി ചെമ്മണിയോടുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം, എൻ്റെ ഒരു ധാരണ അനുസരിച്ച് കൊച്ചിയിലെ ജനങ്ങൾ അത് കാണുന്നുണ്ടെന്ന്. ഈ മേയർ എന്ന് പറയുന്ന പദവിക്ക് ആ പദവിയുടേതായ ഒരു മെഗ്നാനിമിറ്റി ഉണ്ട്. എനിക്കത് അതിൻ്റെ കൃത്യം മലയാളം വാക്ക് കിട്ടുന്നില്ല. അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്. നിങ്ങളെല്ലാ മേയർമാരെ നോക്ക്,
കൊച്ചുണ്ണി മാഷ് മുതൽ സൗമിനി ജയൻ വരെ നോക്ക്. സൗമിനി ജയൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? അതായത് ഒരു മിനിറ്റ്, അവർ തീർത്ത് ഇൻഎക്സ്പീരിയൻസ് ആയ ഒരു രാഷ്ട്രീയ പ്രവർത്തകരല്ലേ. ടോണി ചമ്മണി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിനേശ് മണി വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ? ദിനേശ് മണിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് മുമ്പിൽ ടോണി ചമ്മണി ഒന്നുമല്ല, ഞാനുമല്ല. എന്താ പറയുക, ഒരു കൊച്ചി പോലൊരു നഗരത്തിൽ, കേരളത്തിൽ പോലും ഒരിക്കലും വേവാത്തൊരു പരിപ്പെന്ന് നമ്മൾ പക്ഷെ പറയും. അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത് 2015 ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം അതായത് സ്പെഷ്യൽ കൗൺസിൽ വിളിച്ച സമയത്ത് അർദ്ധരാത്രി വരെ അദ്ദേഹത്തെ റൂമിൽ പൂട്ടിയിട്ടതില് പ്രധാനപ്പെട്ട ഒരാൾ അനിൽകുമാർ ആയിരുന്നു ഒരു ആരോപണമാണ് പറയുന്നത്. എന്നെ ഇപ്പൊ കൊച്ചിയിലെ ആളുകൾക്ക് അറിയാലോ, വളരെ വില കുറഞ്ഞ ഒരു ആരോപണം എന്നല്ലാണ്ട് എന്താ പറയുക. അന്ന് ഫോർട്ട് കൊച്ചിയിൽ നടന്ന ബോട്ട് ദുരന്തം 5 പേര് മരിച്ച അപകടത്തിന്റെ സമരം നടക്കുകയാണ് കൗൺസിലിൽ. ഞാൻ അദ്ദേഹത്തെ പൂട്ടിയിട്ടൊന്നുമില്ല. അന്ന് നിങ്ങൾ അതിന്റെ ഇതൊക്കെ എടുത്ത് നോക്കുക, അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകാൻ ഞങ്ങളുടെ ബാത്റൂം സൗകര്യം പോലും ആ സമരത്തിനിടയിൽ അദ്ദേഹം നിഷേധിച്ചു. ഞങ്ങൾ സുഭാഷ് പാർക്കിലെ കിടന്നിരുന്നത്. ഞങ്ങള് കൗൺസിൽ സ്ഥിരം അന്ന് കൗൺസിലിൽ നിന്ന് ഞങ്ങൾ പോകുന്നില്ല. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഒരു കൗൺസിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് പാസ്സായില്ലെങ്കിൽ സ്മാർട്ട് സിറ്റിയുടെ പൈസ കിട്ടൂലെന്ന്. ഇങ്ങനത്തെ തട്ടിപ്പാണ് ഇവരെല്ലാ കാലത്തും കൊണ്ടുനടക്കണം. അതാണ് ഇവര് BJP ഇവർക്ക് നേരിടാൻ പറ്റാത്ത ഇന്ത്യയിൽ. ഈ തട്ടിപ്പ് തരികിട ഡയലോഗുകളൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു സബ്സ്റ്റാൻഡേർഡ് സിനിമയുടെ ഡയലോഗായിട്ട് ആളുകൾ കാണില്ല. ആളുകൾക്കെല്ലാം അറിയാലോ അദ്ദേഹം സ്മാർട്ട് സിറ്റിയുടെ ഉപജ്ഞാതാവാണെന്നല്ലേ കോൺഗ്രസ് പറയണത്. സ്മാർട്ട് സിറ്റി പദ്ധതി ആരുടെ? കേന്ദ്ര സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയല്ലേ? ടോണി ചമ്മണി വിചാരിച്ചിട്ടാണ് 1000 കോടി വന്നത്. എന്തൊരു അബദ്ധമാണെന്ന് ഞാൻ പറയണത്. തിരുവനന്തപുരത്തിന് കാശ് കിട്ടിയില്ലേ, മത്സരത്തിൽ പങ്കെടുത്ത 5ാം സ്ഥാനം. എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയുക? ഞാൻ അത്തരം ഒരു ചർച്ചയ്ക്ക് സാധാരണഗതിയിൽ ഈ ഇലക്ഷൻ ടൈമിലാണെങ്കിൽ പോലും നമ്മളൊരു ഞാൻ ഒറ്റ കാര്യം അതിൽ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ആളുകൾ കേട്ടു. എനിക്ക് ആ പേരുകൾ പോലും ഉച്ചരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അവർ പറയുന്നത് ജനങ്ങൾ കേട്ടു. കാരണം ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. ഈ 10 കൊല്ലത്തെ UDF ഭരണത്തെയും 5 കൊല്ലത്തെ LDF ഭരണത്തെയും ജനങ്ങൾ താരതമ്യപ്പെടുത്തട്ടെ. അത്ര ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ടോണി ചമ്മണി ടൗൺ ഹാള്, അദ്ദേഹം ഇപ്പം ഇതൊക്കെ പറയുന്നത് എത്ര നിലവാരം കുറഞ്ഞ കാര്യങ്ങളാണെന്ന് അറിയൂ. അദ്ദേഹം ടൗൺ ഹാള് പൊളിച്ചല്ല, ഒരു റിപ്പയർ. അദ്ദേഹത്തിന്റെ ആകെ നേട്ടം എന്ന് പറഞ്ഞാൽ 2 ടൗൺ ഹാളും സുഭാഷ് പാർക്കിലെ ലൈറ്റും. ഞാനോ എൻ്റെ അന്നത്തെ നേതാവായിരുന്ന KJ ജേക്കബ് ഒരിക്കലും ഒരു ഫയലിലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല. കാരണം അത് ഞങ്ങളുടെ രാഷ്ട്രീയം അല്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രതിസന്ധിയാക്കാൻ. നല്ലൊരു കാര്യം എന്നോട് ജേക്കബേട്ടൻ പറഞ്ഞത്, നമ്മുടെ പാർലമെന്ററി പാർട്ടിയിൽ ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ഇതിൽ അഴിമതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ജേക്കബേട്ടനോട് പറഞ്ഞൊരു കാര്യം ഉണ്ടടാ, നമ്മൾ ടൗൺ ഹാള് റിപ്പയർ ചെയ്തില്ല. ഇങ്ങനെ പറയണം, അദ്ദേഹം പ്രായമുള്ള ആളാണ്, അവൻ ചെയ്യട്ടല്ലേ, നീ ആയിട്ടൊന്നും പറയണ്ട, നമുക്ക് അങ്ങ് വിട്ടേക്കാം. അതുകൊണ്ട് ആ ടൗൺ ഹാള് നടന്നു, അതുകൊണ്ട് ആ പാർക്ക് നടന്നു. നമ്മൾ ആരെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞു ഞങ്ങളുടെ സഹകരണം കൊണ്ടാണ് ടോണി ചമ്മണി ഇതൊക്കെ ഒരു ടോണി ചമ്മണി ചിലപ്പോൾ താങ്കൾ ഈ പേര് ടോണി ചമ്മണി എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അത് അദ്ദേഹം വിജയിച്ചെങ്കിൽ നല്ല കാര്യം. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ മീഡിയ പറയണല്ലേ. കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനുദിനം പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്ന, അതല്ലെങ്കിൽ പുതിയ താമസക്കാർ വരുന്ന, ഓരോ ദിവസവും ഇതിന്റെ ഏതെങ്കിലും നിലയ്ക്ക് ഈ നഗരം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 5 വർഷം ഇവിടുത്തെ ഒരു ഭരണാധികാരി ഒരാളെന്ന നിലക്ക് ഈ നാടിനെ അടുത്തൊരു 50 വർഷത്തേക്ക് കണ്ട് വികസനത്തെ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ആ നിലക്ക് എങ്ങനെയാണ് സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഷെയർ ചെയ്യാവോ? എങ്ങനെയാണ് കണ്ടിരുന്നത്? അല്ല, എനിക്ക് അത് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ ഭയങ്കര മാറ്റം വന്നു. കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങളിപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്ത് വിജയിച്ച ഒരു 10 to 11 ഈ ഉന്തണ വണ്ടി ഞങ്ങൾ 11 ഇപ്പോൾ ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടിയാക്കി. ഈ ഹരിതകർമ്മസേനക്കാർ അതൊരു 1000 നോക്കണം. നമുക്ക് വേൾഡ് ബാങ്കിന്റെ പൈസ ഉണ്ട്, ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് 2 RRF ഉണ്ട് രവിപുരത്തും. പിന്നെ നിങ്ങൾ അതൊരു 3-4 വണ്ടി വരും. ബ്രഹ്മപുരത്ത് ഇപ്പോൾ ഒരു CBG പ്ലാന്റ് അതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഒരു വിൻഡ്രോ പ്ലാന്റും കൂടി അവിടെ പണിയണം. കാരണം ഇതിൽ തീരാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടൊക്കെ. ഇത് കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ മുഴുവൻ ഇഷ്യൂസും കഴിഞ്ഞു. നമ്മളൊരു മോഡേൺ ഒരു വിദേശത്തൊക്കെ ഉള്ളൊരു രീതിയിലേക്ക് ഇത് മാറും. അടുത്ത ഘട്ടം ഞാൻ പറയുന്നത് കനാൽസ് ആണ്. അതിപ്പോ നമ്മൾ തുടങ്ങി. ഈ നമ്മുടെ ചിലവന്നൂർ കനാൽ തുടങ്ങി. മാർക്കറ്റ് കനാലിന്റെ ഒരു 100 കോടി രൂപയുടെ പദ്ധതിയുണ്ട്. ടെൻഡറൊക്കെ കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് അംഗീകരിച്ചു. ഇപ്പൊ ഞാനിതിന്റെ എല്ലാം പിന്നിൽ നിന്ന പോലെ അടുത്ത മേയറും ഈ MP MLA-മാരും വളരെ ആത്മാർത്ഥമായി 5 കൊല്ലം ഈ കനാൽ റിജുവനേഷൻ പ്രോജക്റ്റ് വിജയിപ്പിച്ചാൽ നമ്മുടെ വെള്ളം മുഴുവനും തെളിഞ്ഞതാവും. നമ്മുടെ സിവേജ് സിസ്റ്റം കംപ്ലീറ്റ് വെൽ നിറ്റ് സിവേജ് സിസ്റ്റവും. ആ പദ്ധതി അതായത് തോടുകൾ കംപ്ലീറ്റ് ഒരു മിനിമം വിട്ട്. ഇപ്പം ഞാനതിൽ ചെയ്ത് ബഹുമാനായ മന്ത്രി ശ്രീ രാജീവിനോട് പറഞ്ഞിട്ട് അദ്ദേഹം
MP MLA മാരുടെ എൻ്റെയും കൂടി മീറ്റിംഗ് വിളിച്ചു. അദ്ദേഹം ഇരുന്നു, പ്രസൻറ്റേഷൻ മുഴുവൻ കണ്ടു, ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തീരുമാനിച്ചു, ഞങ്ങൾ ഇതിലൊന്നും ഇടപെടില്ലെന്ന് തീരുമാനിച്ചു. അതിൻ്റെ വീതി ഞങ്ങൾ തീരുമാനിച്ചു. കാരണം KMR ആദ്യത്തെ ഡിസൈനിൽ പോയത് ലിത്തോ മാപ്പ് അനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ 1970 മാപ്പാ. പിന്നെ എല്ലാവരുടെയും വീട് വിളിക്കേണ്ടി വരും. ഞങ്ങളൊരു മിനിമം നമ്മൾ ഒരു മിനിമം വിട്ട് തീരുമാനിച്ചു. എന്നിട്ട് അപ്പൊ അധികം ലാൻഡ് അക്വിസിഷൻ ഒന്നും വരില്ല, ഗവൺമെന്റ് ലാൻഡൊക്കെ തന്നെ ഉണ്ട്. 2 സൈഡിലും റോഡ്, ചെറുത്, കാരണം എപ്പോഴെങ്കിലും ക്ലീൻ ചെയ്യേണ്ടി വരുമ്പോൾ. പിന്നെ ചെറിയ ഓപ്പൺ സ്പേസസ് കനാലിന് ചുറ്റും. കനാലിൻ്റെ ഈ റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ സിവേജ് ലൈൻസ്, മനസ്സിലായില്ലേ? പിന്നെ എല്ലാം, ഒരു വെള്ളവും ചീത്ത വെള്ളം കനാലിലേക്ക് വരരുത്, ക്ലീൻ കനാൽ. വേണമെങ്കിൽ നമ്മുടെ പെഡൽ ബോട്ട്സ് ഒക്കെ, മറ്റേ ബോട്ട് പറ്റില്ല എല്ലായിടത്തും, ചില സ്ഥലത്ത് പറ്റും. ഈ ഇടപ്പള്ളി തോട് ലുലുവിൻ്റെ മുമ്പിൽ അതിലൊക്കെ ബോട്ട് പറ്റും. ബാക്കി പേരമ്പൂർ കനാലിലൊന്നും നമുക്ക് ബോട്ട് ഓടിക്കാൻ പറ്റില്ല. പേരമ്പൂർ കനാൽ 6th. ഞാൻ ഇതുപോലെ തന്നെ ഒരു വലിയ ഒരു ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു എഞ്ചിനീയറിംഗ് ഫേം ഉണ്ട്. അവരെ തപ്പിപ്പിടിച്ച് അവരുടെ കോർപ്പറേറ്റ് ടീമിനെ കൊണ്ടുവന്ന്, അല്ല അവരുടെ CSR എന്നല്ല അവർ പറയാം, അവർക്ക് വേറൊരു ആമാണത്. അവരെ കൊണ്ടുവന്ന് കൊച്ചിയിൽ പണ്ടാരച്ചിറ തോട് ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നുണ്ട് 100 കോടി രൂപയുടെ. അവര് അതിലും കൂടുതൽ ചെയ്യാൻ തയ്യാറാണ്. കൊച്ചി പള്ളുരുത്തി. അപ്പൊ കൊച്ചി പള്ളുരുത്തിയും നടക്കും, ഇതും നടക്കും. ഒരു 10,000-7,000 കോടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ കനാലുകളും മാറ്റാൻ പറ്റും. കൊതുക് അവസാനിക്കും, വെള്ളക്കെട്ട് അവസാനിക്കും. ഇപ്പം പെട്ടെന്നൊരു മഴ പെയ്താൽ ഈ ഇതൊക്കെ പഴയ ആ വെള്ളം തന്നെ പോകാൻ കഴിയുന്ന നിലയിലേക്ക് ഈ തോടുകൾ മാറും. പമ്പിംഗ് ഒക്കെ വേണ്ടി വരും. ഈ കായലിലേക്കുള്ള പമ്പിംഗ് സിസ്റ്റം ഒക്കെ കുറെ കൂടി, കായൽ കുറച്ച് വൃത്തിയൊക്കെ ആക്കണം. അങ്ങനെ വന്നാൽ ഈ 5 കൊല്ലത്തേക്ക് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ കേരള ഗവൺമെന്റിന് വലിയ പ്രശ്നം വരില്ല. 5 കൊല്ലം എടുക്കും ഇത് മുഴുവൻ തീരാനും അത്ര എടുക്കും. ഇതാണ് ആ പദ്ധതി. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നം, ഇതിപ്പോൾ നിങ്ങൾ ടോണി ചമ്മയുടെ കാര്യം ചോദിച്ചില്ലേ, ഇതുണ്ടാവരുത്. അതായത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ ഷീബാലാലിനോട് പറഞ്ഞ ഡയലോഗ് നിങ്ങളോട് പറഞ്ഞ പോലെ, നമ്മളാണ് ഇതിൻ്റെയൊക്കെ കൊച്ചി നഗരത്തിൻ്റെ അവസാന വാക്കം തീരുമാനിക്കരുത്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ തോക്കും. നിങ്ങൾക്ക് വിജയം ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം, പിന്നെ ഹൈബിയായിട്ട് ഞാൻ ഒരിക്കലും അസംബ്ലിയിൽ നിന്ന് തോറ്റു. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ജയവും തോൽവിയൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നഗരം ഉണ്ടാവും, ജനങ്ങളും ഉണ്ടാവും. പിന്നെ അപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം പറയും. ഇപ്പൊ നമ്മൾ കനാൽ റിജുവനേഷൻ ചെയ്തു, LDF ഭരണത്തിൽ വന്ന് കനാൽ റിജുവനേഷൻ ചെയ്തു. ചെയ്യാത്ത വേറെ പല കാര്യങ്ങളും UDF ആക്രമിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ചിലപ്പോൾ പല തെറ്റുകളും പറ്റും, അത് ആളുകളുടെ മുമ്പിൽ പറയാം. അതിന് പകരം ഈ കുശുമ്പെന്ന് പറയില്ലേ, അസൂയക്കും കുശുമ്പിനും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയണ നമ്മുടെ നാട്ടും ഭാഷയിൽ നമ്മുടെ ജനപ്രതിനിധികളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചാൽ ഒരു കാര്യം സംഭവിക്കുന്നില്ല. ഈ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാത്ത പല ആളുകൾക്കും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ വിമർശനം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സർക്കാരിന്റെ ഭാഗത്തേക്ക് അതല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് ഒരു കടലാസ് അപ്രൂവലിന് വേണ്ടി വരുന്ന സമയത്ത് അതിൽ നമ്മൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫയലുകൾക്ക് പിന്നിലും ഓരോ ജീവിതം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഒരു ആശങ്കകളുണ്ടല്ലോ പൊതുജനങ്ങളെ സംബന്ധിച്ച്, ഇത്തരം ഒരു ടിപ്പിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ മറികടക്കാൻ കഴിഞ്ഞു ഈ കാലയളവിൽ എന്നുള്ളത്. എല്ലാം ഒന്നും മറികടക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാനൊരു സത്യസന്ധമല്ലാത്ത കാര്യം പറയേണ്ട കാര്യം, നമ്മളെ ഇതിലൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന അന്ന് ഉള്ള എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ പറ്റിയും ഭരണകൂടങ്ങളെ സംബന്ധിച്ചുള്ളൊരു ധാരണ ഒരു മാർക്സിസ്റ്റ് ഒരു ധാരണയാണ്. ഇതിനാണ് മാർക്സിസ്റ്റ് വിരുദ്ധം എന്ന് പറയുക. അതായത് നമ്മളൊരു ചില്ലുകൂടെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നേരത്തെ വിജയമാഷ് പറഞ്ഞ പോലെ കാറ്റും വെളിച്ചവും കയറാതെ അങ്ങനെ നിൽക്കില്ല നമ്മുടെ സിസ്റ്റം. നിങ്ങളെ തന്നെ പ്രതിനിധീകരിക്കുന്ന സിസ്റ്റം അല്ലേ നിങ്ങളുടെ ജനപ്രതിനിധികൾ. താങ്കൾക്ക് ഒരു ക്യൂവിൽ നിൽക്കാൻ താല്പര്യമില്ല, താങ്കൾ ഒരാളുടെ ശുപാർശ വാങ്ങിക്കുമെങ്കിൽ പിന്നെ താങ്കളുടെ ജനപ്രതിനിധിയിൽ നിന്ന് താങ്കൾ വേറെ എന്താ പ്രതീക്ഷിക്കുക? നമ്മുടെ നാട്ടിലെ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിനകത്ത് പണം കയ്യിലുണ്ടെങ്കിൽ അങ്ങ് കല്യാണങ്ങൾക്ക് പോകാറില്ലേ? എന്താണ് അതിൽ നടക്കുന്ന ആർഭാടം? സാധാരണക്കാരൻ മുതൽ കടം വാങ്ങിയാണ് വിവാഹം നടത്തുന്നത്. ഒരു മരണം നടത്തുന്ന ആഘോഷം എന്താ? നമ്മൾ വിദേശത്തുള്ള നമുക്ക് മറ്റെല്ലാം വിദേശത്തെ പോലെ ആവണം. നമ്മളൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്താ ചെയ്യുക? നമ്മൾ ഡ്രസ്സിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? അപ്പം നമ്മുടെ വരുമാനവും ചെലവും കൂട്ടിമുട്ടാത്ത ഒരു വ്യവസ്ഥയെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയുകയാണ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഡീസൻ്റ് ആവണം എന്ന് പറഞ്ഞാൽ ആവൂ. അപ്പം അതിനെ പ്രതിരോധിക്കാൻ നമുക്കുള്ള മാർഗം എന്താ? ഞാൻ കണ്ട മാർഗം എന്താണെന്ന് അറിയും. അതാണ് ഈ വിജിലൻസ് വന്ന് ഇടയ്ക്കിടയ്ക്ക് പിടിക്കണത്. അതിലിടപെടാതിരിക്കുക. അവരിടയ്ക്ക് വന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് തന്നെ വിഷമമുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് പിടിച്ച പ്രശ്നമല്ലേ. അതാണല്ലോ ഇപ്പോൾ ഇവരാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞു പിടിക്കട്ടെ. ഭയം ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മുമ്പിൽ നിൽക്കും വരുന്നൊരു പ്രശ്നത്തിൽ നമ്മൾ കഴിയുന്നത്ര ശക്തമായി ഇടപെടുക.
പിന്നെ ഇതെല്ലാം കെ സ്മാർട്ട് പോലെ സുതാര്യമാക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മാറ്റം വരും. ഞാൻ ഒരു കാര്യം പറയാം, അത് ഗോവിന്ദ മാഷിൻ്റെയും എം പി രാജേഷിൻ്റെയും സഹായം കൊണ്ട് സംഭവിച്ച നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ പിടിച്ചുപറിക്കാരല്ലായിരുന്നു ഈ കാലത്ത്. അത് വളരെ വലിയൊരു മാറ്റമായിരുന്നു. അത് ഈ പറയുന്ന വിമർശനം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് പോലും അല്ലെന്ന് പറയാൻ പറ്റില്ല. പണ്ട് അതിലുമൊക്കെ ഒരുപാട് അപശ്രുതികളുണ്ടായിരുന്നു, അതിൽ മാറ്റം വന്നു. എല്ലാം നിങ്ങളുടെ സങ്കല്പം അനുസരിച്ച് ആയോ എന്ന് ചോദിച്ചാൽ ഒന്നും ആയി അങ്ങനെ ആകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പം നീ നേരത്തെ ടോണി ചെമ്മേൻ്റെ കാര്യം പറഞ്ഞതിലുൾപ്പെടെ രാഷ്ട്രീയ വിമർശനം എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ വരുന്നൊരു ഒരു പ്രത്യേക വാദമാണ് ഇത്. ഞങ്ങളുടെ കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ്, സ്വാഭാവികമായ കാലതാമസം കൊണ്ടാണ് നിങ്ങളുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയത് എന്നുള്ളത്. ഈ ശരിക്കും ഈ പോയിന്റ് ഓഫ് വ്യൂ മാറ്റി വെച്ചാൽ ആ വികസനത്തെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത്? അല്ല, ഈ അദ്ദേഹം പറഞ്ഞ ഈ പറഞ്ഞ പദ്ധതിയില്ലേ നമ്മുടെ റേ, അതെ, തുരുത്തി, അത് വിഭാവനം ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് അത് ഒരു ഫ്ലാറ്റാണ്, നമുക്ക് 2 ഫ്ലാറ്റ് വേണ്ടേ, അത് വിഭാവനം ചെയ്തു എന്നതിനപ്പുറത്ത് എന്താ കോൺട്രിബ്യൂഷൻ? ഞാൻ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത സ്ഥലത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് പറയാറുണ്ട്. ഞാൻ പറയാം, മാർക്കറ്റ്, ഞാൻ സുഭാഷ് പാർക്ക് പറഞ്ഞില്ല. ഇപ്പൊ മാർക്കറ്റ് നിർമ്മിക്കുന്നതിൽ ഐബിയുടെയും വിനോദിന്റെയും സഹകരണമുണ്ട്. സഹകരണമാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ നേതൃത്വമല്ല. അതിന്റെ സ്ട്രെയിനെല്ലാം ഞാൻ തന്നെയാണ് അനുഭവിച്ചത്, കോർപ്പറേഷൻ തന്നെയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. പക്ഷെ സഹകരണം ഉണ്ടായിരുന്നു, എല്ലാ നിലയിലുമുള്ള സഹകരണം ഉണ്ടായിരുന്നു. സത്യമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇതാണ് ആരും വരാത്തത്. നമ്മൾ യൂത്ത് കോൺഗ്രസിലേക്ക് ആരും വരുന്നില്ല, പഴയ കാലത്തെ പോലെ വിദ്യാർത്ഥി മൂവ്മെന്റിലേക്ക് ആരും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വരുന്നു? നമ്മൾ ഇതാണ് കാണിക്കുന്നതെങ്കിൽ, ഇതാണ് നമ്മൾ പോസിറ്റീവ് എന്ന്, നമ്മൾ പോസിറ്റീവ് ചെയ്യാന്ന് പറയില്ല, നമ്മൾ ഇതാണ് ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നതെങ്കിൽ ആര് വരും രാഷ്ട്രീയത്തിലേക്ക്? ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കൂ. ഞാൻ പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. ലിഫ്റ്റിൽ ഞങ്ങൾ എല്ലാവരും കൂടി കയറി കഴിഞ്ഞപ്പോൾ ലിഫ്റ്റ് അടയാൻ പോയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലിഫ്റ്റ്, നമ്മൾ കൈ വെച്ച് ലിഫ്റ്റ് തടയൂലേ, അപ്പം ഞാൻ ചോദിച്ചു എന്താ അല്ല എല്ലാവരും കയറി. ഞാൻ പറഞ്ഞു എല്ലാവരും കയറി, ഇദ്ദേഹം ആരും ഉദ്ദേശിക്കണമെന്ന് എനിക്ക്, ഞാനിനി ഇദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി അറിയും. അപ്പം അദ്ദേഹം പറയണം എന്നോട്, ഉമാ തോമസ് അവിടെ. ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. എന്നിട്ട് എന്നോട് പറയുകയാണ്, അവർ ഈ അടുത്തല്ലേ വീണത് മേറെ, അവർക്ക് നമ്മുടെ പോലെ കയറി വരാൻ പറ്റുമോ? അപ്പോൾ അത് നമ്മൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാനിത് പിണറായി വിജയനെ നന്നാക്കാൻ പറയണമെന്ന് നിങ്ങൾ തരും. എനിക്ക് അദ്ദേഹത്തിൽ നിന്നൊന്നും വേണ്ട. ഞാൻ അദ്ദേഹത്തെ എൻ്റെ പാർട്ടിയുടെ നേതാവായ ഒരു സഖാവ് എന്നുള്ള നിലയിൽ ബഹുമാനിക്കുന്ന അപ്പുറത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനൊന്നുമല്ല. പക്ഷേ ഞാൻ പറയുന്നത് നല്ലത് അദ്ദേഹത്തിൽ നിന്ന് ഇത് ഞാൻ കണ്ടതാണ്. EMS ജനകീയാസൂത്രണത്തെ പറ്റി എന്താ പറഞ്ഞത്? എത്ര ലേഖനങ്ങൾ എഴുതി. ഞാനന്ന് വിദ്യാർത്ഥി മൂവ്മെൻറ്റിൽ പ്രവർത്തിക്കുകയാണ്. ഞാനതിൻ്റെ വലിയ പങ്കാളിയായിരുന്നു. ശ്രീ സോമസുന്ദര പണിക്കർ മേയറാണ്, ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ കൺവീനറായിരുന്നു ഞാൻ. അന്ന് 2 ഡിവിഷൻ, ഇപ്പോഴത്തെ 2 ഡിവിഷൻ ചേർന്ന് ഒറ്റ ഡിവിഷനാണ്. അതിൽ മനസ്സലിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തതാണ്. EMS അതിശക്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കക്ഷി രാഷ്ട്രീയം പാടില്ലെന്ന് പറഞ്ഞു. രാഷ്ട്രീയമുണ്ട്, കക്ഷി രാഷ്ട്രീയം, രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണല്ലോ ടോണി ചെമ്മണി ഇങ്ങനെ പറയണതും ഞാനിങ്ങനെ പറയണത്. നിങ്ങളുടെ കാലയളവിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു കാര്യം പറഞ്ഞാൽ ബ്രഹ്മപുരം തന്നെ ആയിരിക്കും. ഞാൻ പറയാൻ പോയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും അടുത്ത ദിവസം സംസാരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ജൈവമാലിന്യം നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്ത് അത് ദുബായിലേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യം എത്തി. ശരിക്കും ഈ ജേണിയെ ഇപ്പൊ എങ്ങനെയാണ് ഓർത്തെടുക്കുക എന്നുള്ളത്? പ്രതിസന്ധി വരുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും. തലേ ദിവസം ഞാൻ വിചാരിച്ച ഇത് എല്ലാ വർഷവും 4-5 ദിവസം നിന്ന് കത്തും. എല്ലാ വർഷവും ടോണി ചെമ്മണിയുടെ കാലത്ത് 5 ദിവസം കത്തി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ സൗമിനിയുടെ കാലത്ത് ഒരാഴ്ച മറ്റോ കത്തി, ഇപ്പം അതിൽ കൂടുതൽ കത്തി. ഇങ്ങനെയുള്ള കത്തൽ പറഞ്ഞിട്ടതൊന്നും ഇപ്പോഴാണ് കത്തിയെന്ന്. കാരണം ഈ സാധനം ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് ഗ്യാസസ് വന്ന് ഉണ്ടാവുന്ന സംഭവമാണ് വേനൽക്കാലത്ത്. ഞാനും ധരിച്ചത് 2 ദിവസത്തിൽ തീരുന്നതാണ്. തീർന്നില്ല എന്നത് വലിയൊരു ഷോക്കായിരുന്നു. ആ ക്രൈസിസ് പരിഹരിക്കാനാണ് ശ്രമിച്ചത്. ആ ക്രൈസിസ് തിരിയുന്നതിൻ്റെ ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് ശ്രീ MP രാജേഷ് വന്ന്, എനിക്ക് എൻ്റെതായ കുറവുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എൻ്റെ നേതാക്കന്മാർക്ക് അറിയാത്. എൻ്റെ ഈ സിറ്റുവേഷൻസിനെ നേരിടുന്നതിലൊക്കെ പലപ്പോഴും ഇന്നത്തെ ഞാനല്ല, അന്നത്തെ പഴയ ഞാൻ മേയറാവുന്നതിന് മുമ്പ് ശ്രീ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ ആ പറഞ്ഞ കൗൺസിലുണ്ട്, ഞാനൊരു തല്ലുപിടുത്തക്കാരനായ DYFIക്കാരനായിട്ട് തല്ലുപിടിച്ച് എൻ്റെ ജീവിതം പോകുന്ന വിചാരിച്ചും കൂടി വന്നതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശ്രീ MP രാജേഷ് എന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ കാറിൽ ഹൈജാക്ക് ചെയ്യാന്ന് പറയില്ലേ, കയറ്റിയിട്ട്
കുറേ പരിപാടി ഇങ്ങനെ പറയണം. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പൊട്ടിത്തെറിച്ചു, ഇതൊന്നും ഇവിടെ പ്രായോഗികമല്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ആ കാലത്തൊക്കെ. അതൊന്നും പറഞ്ഞു, ഇനി ഞാൻ പറയണത് അതിൽ കേൾക്കണം എന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം ഈ മീറ്റിംഗ് കൂടുന്നു, രാജീവിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു, കളക്ടറായിട്ടിരിക്കുന്നു. പിന്നെ സത്യം പറഞ്ഞ ഒരു ദൈവദൂതൻ്റെ പോലെയാണ് ശ്രീ NSK ഉമേഷിൻ്റെ വരവ്. അദ്ദേഹം ഒരിക്കലും ലീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ മേന്മ. എല്ലാ IAS കാരും കണ്ടുപിടിക്കേണ്ടതാണ്. അദ്ദേഹം ഒരടി നമ്മുടെ പിന്നിൽ നിൽക്കുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഒരു സഹോദരൻ ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിൽ ഭയങ്കര. പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന ബാബു അബ്ദുൽ ഖാദർ. അപ്പോൾ സത്യത്തിലൊരു ടീം വർക്ക് ബിൽഡ് ചെയ്ത് വന്നു. പിന്നെ നിസ്സംശയം ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ആളുകൾ ചോദിക്കണല്ലോ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഉള്ള ചില വാചകങ്ങളുണ്ട്. ഞാനതൊരു ഇൻ്റർവ്യൂ പറഞ്ഞു ആദ്യമായിട്ട്. കാരണം ഇതേപോലെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് എന്നോട് പറയണത്, നിങ്ങൾക്ക് ഒരൊറ്റ ദോഷമേ ഉള്ളൂ, അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ ദോഷമാണ്. നിങ്ങൾക്ക് ഒരു പ്രതിസന്ധിയും ജീവിതത്തിൽ നേരിട്ടിട്ടില്ല, നിങ്ങൾ പട്ടിണി അറിഞ്ഞിട്ടില്ല, ദുരിതം അനുഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അത് മറികടന്നാലേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവുള്ളൂ. അതിങ്ങനെ ഇപ്പോഴും എൻ്റെ ഇതിലിങ്ങനെ മാറ്റൊലി കൊള്ളുന്ന വാക്കാണ്. ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇത് പറഞ്ഞിട്ട് പിന്നെ ഈ മാലിന്യ സംസ്കരണത്തെപ്പറ്റി ഒന്നും ഈ നിമിഷം വരെ എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവിടെ റോട്ടിൽ മാലിന്യം കിടക്കുന്നു, എല്ലാ മന്ത്രിമാരും എന്നെ വിളിക്കും, അവിടെ കിടക്കുന്നു, ഇവിടെ. നമ്മളൊരു ക്രൈസിസ് അവർട്ട് ചെയ്യാൻ പെടുന്ന പാടെന്താണെന്ന് നമുക്കറിയാം. ഒരിക്കൽ പോലും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു മീറ്റിങ്ങിൽ എൻ്റെ ഒരു വലിയ സുഹൃത്തായിട്ടുള്ളൊരു ബിസിനസ്സുകാരൻ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഒരുപാട് ആളുകളുടെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്തിയല്ല, ഇവർ പോരാന്ന് പറഞ്ഞു. അദ്ദേഹം ഭയങ്കര ഡിഫെൻഡ് ചെയ്തു. അപ്പം നിങ്ങൾ പറയില്ലേ, നമ്മൾ ഈ മഹാഭാരത യുദ്ധത്തിൽ അല്ല രാമായണത്തിൽ കേട്ടിട്ടില്ലേ, ഹനുമാനെ ഈ എഴുന്നേപ്പിച്ച് നിർത്തി അവനെ ഹിമാലയത്തിലേക്ക് പറപ്പിക്കണ ആ വാചകങ്ങളെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ അതാണ് ലീഡർ എന്ന് പറഞ്ഞാൽ. അതാണ് നിങ്ങൾ. ഇപ്പം എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും എല്ലാവരും എന്നെ വിമർശിക്കുന്നത് എനിക്ക് പലപ്പോഴും എൻ്റെ കഴിവുകൾ കണ്ടെത്താൻ പറ്റുന്നില്ലെന്നും പറഞ്ഞാണ്. അപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം, ഞാനല്ലെന്ന് പറയുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ഡിസ്ക്വാളിഫിക്കേഷനുള്ള ഒരാളോട് നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റുന്ന അയാളോട് പറഞ്ഞില്ലെങ്കിൽ, പിന്നെ രണ്ടാമത് നിങ്ങളെ ഡീമോറലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ള പൊളിറ്റിക്സിൽ. ഞാൻ ഉദ്യോഗസ്ഥരോടും ചെയ്തിട്ടില്ല, എൻ്റെ സഹാക്കളോടും ചെയ്തിട്ടില്ല. ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് ഡീമോറലൈസ് ചെയ്യുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കണ ഒരുത്തനെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം നിന്നെ ഒന്നിനും ഒരു കാശിനും കൊള്ളൂലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ജോലി ചെയ്യും. നിങ്ങളിപ്പോൾ ഇതുവരെ എൻ്റെ അടുത്തൊരു നല്ല അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കണേ, ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു അഭിമുഖം. ഞാൻ ഒരുപാട് അഭിമുഖങ്ങളിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങേയായിട്ടുള്ള സംഭാഷണത്തിൽ ഞാൻ എൻജോയ് ചെയ്താൽ പറയണേ. പക്ഷെ ഞാൻ ഇത് മനസ്സിൽ എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചോദ്യം എന്നോട് ചോദിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എത്ര നല്ല മാധ്യമം പറഞ്ഞാൽ നിങ്ങൾ ഡിമോറലൈസ്ഡ് ആവൂലേ, അല്ലേ? അപ്പോൾ നിങ്ങൾ സത്യസന്ധമായി ചെയ്യുന്ന ഒരാളാണെന്ന് കണ്ടാൽ നിങ്ങളെ ഡ്രൈവ് ചെയ്യണ ഒരാൾ, ദാറ്റ് ഇസ് ദ ലീഡർ. ഞാനൊന്നൊരു നേതാവല്ല. ശരിയായ നേതാവ് എന്ന് പറഞ്ഞ ഒരാൾ ആ ഒപ്പം പകരം നിങ്ങളെ നിരന്തരമായി നിരുത്സാഹപ്പെടുത്തുകയും നിങ്ങളെ ജോലി, അതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിനാണെങ്കിലും ഒരു സംഘടനയ്ക്കാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും ഒക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളെന്ന് പറയുന്നത് ഈ ഡിമോറലൈസേഷനാണ്. പിന്നെ എനിക്ക് അതിനോടൊരു വൈകാരികമായ, ഞാനതും ഇതൊരു ഇൻ്റർവ്യൂവിൽ പറയാത്ത കാര്യമാണ്, എനിക്കതിലൊരു വൈകാരിക സ്പർശം പിന്നീട് ഉണ്ടായി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൊടിയേരിയുടെ മരണത്തിന് ശേഷമാണ്. കാരണം ഇതേപോലെ ഒരു സോഫയിൽ ഇരുന്നിട്ട് കൊടിയേരി രോഗിയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നോട് വലിയ വാത്സല്യത്തിൽ പെരുമാറിയ ഒരാളാണ്. എന്നോട് പറഞ്ഞു, അതിൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ അല്ല ബ്രഹ്മപുരം ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ എനിക്കത് സത്യം പറഞ്ഞാൽ കൊടിയേരിയെ പോലെ ഒരാളോട്, നമ്മളോട് ഇത്ര സ്നേഹം കാണിച്ച ഒരാൾ തന്നൊരു വിശ്വാസത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് ചെയ്യണമെന്ന് ഈ നിമിഷം വരെ ഇപ്പോഴും ഞാൻ ഇൻവോൾവാണ്. കാരണം ഇനിയൊരു 10% പറയാറില്ലേ, അവിടെ മാറ്റാനുണ്ട്. ഇപ്പോഴും ഞാൻ ഇൻവോൾവാണ്. കാരണം എൻ്റെ മനസ്സിൽ അതിങ്ങനെ ലിങ്കർ ചെയ്യാന്ന് പറയില്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊത്തി വലിച്ചു പിടിക്കുകയാണ് ആ ഒരു വേദന. കൊടിയേരിയുടെ വാചകം ഉണ്ടല്ലോ, അദ്ദേഹം എന്തറിഞ്ഞിട്ടാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അന്ന് മരണപ്പെട്ടു എന്നൊന്നും വിചാരിച്ച് പറഞ്ഞല്ല. കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി വലിയ കുഴപ്പമില്ലാതെ അദ്ദേഹം മുമ്പോട്ട് പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞത്. പക്ഷെ അതും എനിക്കൊരു പിന്നീട് തോന്നി, ഒരു നീതി. എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ഒരാൾ വളരെ കാര്യമായി എന്നോട് പറഞ്ഞൊരു കാര്യം തീർക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു കടമ. അപ്പോൾ ആ ഒരു കടമ തീർച്ചയായിട്ടും. പക്ഷെ അത് ഒരിക്കലും ഈ പറഞ്ഞ ഒരു കാര്യവും ഒറ്റയ്ക്കല്ല. ഇപ്പം ഞങ്ങളുടെ തന്നെ ഒരു സ്പെഷ്യൽ സെക്രട്ടറി ഉണ്ട്, അനുപമ. എന്ത് ആരും കേട്ടിട്ടുണ്ടാവില്ല അവരെ കുറിച്ച്. ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ ആദ്യമായിട്ട് അവരാണ്. എത്ര ഭംഗിയായിട്ടാണ് അവർ
നമ്മളോട് സഹകരിച്ചെന്നറിയും? അനുപമ IAS, മറ്റേ ഇപ്പൊ ഈ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. ഇപ്പൊ ഈ അതിദാരിദ്ര്യമുക്ത അതെ. പദ്ധതിയുടെ ഭാഗമായി. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാ. നേരത്തെ പറഞ്ഞ ശ്രീ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിങ്ങളെ ഡിമോറലൈസ് ചെയ്തല്ല. അതെ അതെ ഈ 2 ജഡ്ജസിന് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മാസം കൂടുമ്പോൾ അവിടെ വന്ന് കണ്ടിട്ട് തിരിച്ച് ഇവിടെ പോയിട്ട് വാട്ട് ഈസ് ദ കോർപ്പറേഷൻ ഡൂയിങ്? ദേ ആർ ഡൂയിങ് നത്തിങ്. 60% ഓഫ് ദ വേസ്റ്റ് ഇസ് റിമൈനിങ്. ഈസ് നോട്ട് ദ മേയർ വർക്കിംഗ്? ഈസ് ഹി സ്ലീപ്പിംഗ്? അപ്പൊ നിങ്ങൾ പിറ്റേ ദിവസം അപ്പൊ തന്നെ ഫ്ലാഷ് മേയർ ഉറങ്ങുകയാണോ എന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം പോരെ. അപ്പൊ അവര് വളരെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് അവര് എല്ലാരെയും എയറിൽ നിർത്തിയിട്ടൊക്കെ ഉണ്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ. പക്ഷെ അതിനപ്പുറത്തെ ഡിവിഷൻ അവർ അഭിനന്ദിക്കും ചെയ്തിട്ടുണ്ടല്ലോ. അഭിനന്ദനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവര് ഒരിക്കലും നമ്മൾ ക്ഷീണിക്കരുത്. ഇവരിത് ചെയ്യും എന്നൊരു വിശ്വാസം അവർക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മനസ്സിൽ എന്താണെന്ന്. പക്ഷെ ഞാൻ പറയണ അവരുടെ കേസ് ഹാൻഡിൽ ചെയ്ത രീതി കാണുമ്പോൾ അതാ തോന്നുന്നത്. ഒന്നൊരു വ്യക്താക്കളത് ഇപ്പോ ഈ തീ പടർന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട പ്രചാരണമായിരുന്നു അത്യധികം സ്റ്റാർട്ടപ്പുകൾ വരുന്ന പുതിയ റെസിഡൻഷ്യൽ സംവിധാനങ്ങൾ വരുന്ന ഒരു നഗരം ആൾതാമസത്തിന് അനുയോജ്യമായതല്ല എന്ന രൂപത്തിൽ ഒരു തരം പ്രൊപ്പഗണ്ട മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്യപ്പെട്ട സമയത്തിൽ നിന്ന് അവിടെ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ജൈവമാലിന്യം ദുബായിലേക്ക് കയറ്റി അയക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിയല്ലോ. ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ആ ട്രാൻസ്ഫോർമേഷനെ പറ്റി പറഞ്ഞതിന് മുമ്പ് ഒരു വാചകം, ഞാൻ ചോദ്യത്തിന് ഉത്തരം മാത്രം ഇതുവരെ പറഞ്ഞു. ഞാൻ മീഡിയയെ കുറിച്ചാണ് പറയുന്നത്. ഡൽഹി സ്ഥിരമായി നിന്ന് കത്തുന്ന ലാൻഡ് സൈറ്റ്സ് ഉണ്ട്, അറിയൂ? എപ്പോഴും പോയി നോക്കൂ, പല സ്ഥലത്തും ഉണ്ട്. എത്ര മോശം എയർ ക്വാളിറ്റി ഉള്ള ഡൽഹി നഗരത്തിൽ ഇരുന്നിട്ട് മീഡിയ പ്രവർത്തകർ ഇംഗ്ലീഷ് ചാനലിൽ വന്നിരുന്നിട്ട് ഷൗട്ട് ചെയ്തു, ഡു യു നോ മിസ്റ്റർ മേയർ വാട്ട് ഇസ് ദി ക്വാളിറ്റി ഓഫ് ദി എയർ ദെയർ, വാട്ട് ഇസ് ദ എന്നോട് ചോദിക്കണേ എയറിന്റെ ഓരോ ഇതിന്റെ പെർസെൻറ്റേജ് എത്രയാന്ന് വെച്ചാൽ ഞാൻ ഇതിന് അവസരം ഉണ്ടാക്കിയത് മലയാളി മാധ്യമങ്ങളല്ലേ. ഞാൻ പറഞ്ഞു റിപ്പോർട്ട് ചെയ്യണം. ഒരു തരം ഭ്രാന്ത് പിടിപ്പിക്കുന്നത് പോലത്തെ ഉള്ളൊരു അലാം സിഗ്നൽസ് നമ്മുടെ കേരളത്തെക്കുറിച്ച് ഇങ്ങനെ റേസ് ചെയ്യുന്നത് എത്ര നമുക്ക് വിമർശനം വേണം. ഭരണം ഞങ്ങളെയൊക്കെ വിമർശിച്ചില്ലെങ്കിൽ, ഞാനത് മാധ്യമങ്ങളോട് എപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം തെറ്റ് നമുക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ നിരന്തരമായി ഈ 4th പില്ലർ വിമർശിക്കണം. പക്ഷെ അത് കഴുക്കോല് ഊരിക്കൊണ്ടായിരിക്കരുത്, വീടിന്റെ കഴുക്കോല് ഊരിക്കൊണ്ടായിരിക്കരുത് വീട്ടിലുള്ള അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ കുട്ടികളെ അച്ഛനും അമ്മയും വിമർശിക്കുന്നത് വീടിന്റെ കഴുക്കോല് ഊരിയിട്ടായിരിക്കരുത്. കാരണം എല്ലാം കൂടി നമ്മുടെ തലയിലേക്കല്ലേ വീണത്. 2 ട്രാൻസ്ഫോർമേഷൻ ഒരു കൂട്ടായ പ്രവർത്തനം അവിടെയുണ്ട്. UDFന്റെ സഹകരണം ഇത് ഇടയ്ക്കിടയ്ക്ക് വിമർശിച്ച് എല്ലാത്തിനും ഒരു വോട്ട് ഒക്കെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാമായിരുന്നു. ഇപ്പൊ ഈ കമ്പനിയുടെ ഒക്കെ കാര്യത്തിൽ രണ്ടാമത് വന്ന ഫേമൊക്കെ വളരെ കൃത്യമായി സെലക്ട് ചെയ്ത് വന്നതാണ്. അവരിത് മാറ്റിയല്ല, അവർ ഈ അവസാന നിമിഷം വരെ അതിലെല്ലാം വിയോജനം എഴുതിക്കൊണ്ടിരിക്കും. അതൊക്കെ അവർ തുടർന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞ ഡിവിഷൻ തലത്തിൽ അവർ സഹകരിച്ചിട്ടുണ്ടല്ലോ, അവരുടെ ഭൂരിപക്ഷം പേരും സഹകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ബ്രഹ്മപുരത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ മലയാളിയുടെ മറുപടിയാണ്, കൊച്ചിയുടെ മറുപടിയാണ്. അതിൽ റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, കച്ചവടക്കാരുണ്ട്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് ഈ കമ്പനി ഈ സ്ഥാപനത്തെ കൊണ്ടുവന്നത്. ശരിക്കും ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്നില്ലേ, ഇത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അവർക്കാണ് ഞാൻ കാരണം ദ്രോഹം ഉണ്ടായത്. ഞാൻ സ്ഥിരം പറയും, കാരണം ഈ സമൃദ്ധി. പക്ഷെ അവർ ഇപ്പൊ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പൊന്നാടണിച്ചാ പോയത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇങ്ങനെ ഉള്ള, പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു നിര ആളുകളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് വന്നത്. പിന്നെ UDFന്റെയും സംസ്ഥാന നേതൃത്വം അങ്ങനെ അവർ വിമർശിക്കുകയൊക്കെ ചെയ്തെങ്കിലും, വിമർശിക്കുമല്ലോ സ്വാഭാവികമായിട്ട്, വിമർശനമൊക്കെ വരും. പക്ഷെ അവരും ഒന്ന് ഇതിനൊരു ഡിസ്ട്രക്റ്റീവായി കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് MP രാജേഷിന്റെ ക്രിക്കറ്റ് കളിയൊക്കെ ഒരുപക്ഷെ നാഷണൽ മീഡിയാസിലൊക്കെ അത് വാർത്തയായിരുന്നെങ്കിലും സമീപ ദിവസത്തിൽ കോൺഗ്രസിന്റെ സൈബർ പേജുകളിലൊക്കെ ഒരു കാർഡ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. മാലിന്യത്തിൽ നിന്നും അഴിമതി, ചീഞ്ഞു നാറുന്ന CPM ദുർഭരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ PR സെറ്റ് എന്നാണ് അവരെ ആരോപിക്കുന്നത്. മന്ത്രി ക്രിക്കറ്റ് കളിച്ചത് ഒരു പോർഷൻ, അതിന്റെ മറ്റു 2 പോർഷനുകളിൽ ആകാശ ദൃശ്യമൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇപ്പോഴും മാലിന്യം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെന്താണ് മറുപടി? അതെല്ലാം മാലിന്യം അവിടെ നമുക്ക് പൂർണ്ണമായും സജ്ജമാകണമെങ്കിൽ CBG പ്ലാന്റ് ഫുള്ളി ഓപ്പറേഷനിൽ ആവണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം എന്നാലേ ഫുള്ളായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ആകാശ ദൃശ്യങ്ങൾ നമുക്ക് എടുക്കാമെന്ന് പോട്ടെ, ഞാൻ അതൊന്നും വലിയ കാര്യമായി സൈബർ ഇത്, കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവരുന്ന ആക്ഷേപങ്ങളുടെ വിശ്വാസ്യതയെ പറ്റി സ്വാഭാവികമായിട്ട് ഇത് മനുഷ്യരും കാണുകയല്ലേ. ഞാനവിടെ പോയ ഇതിനൊറ്റ മറുപടി പോരെ, ഞാനവിടെ സമയത്ത് പോയ മേയറായി അന്ന് ചെന്ന ബ്രഹ്മപുരത്തെ ദൃശ്യങ്ങൾ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചല്ല.
വേറെ ആരും അന്നത്തെ ഇനി വേണ്ട ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അന്നത്തെ ബൈറ്റ്സ് ഒക്കെ അവൈലബിളുണ്ടല്ലോ. എന്തായിരുന്നു അവസ്ഥ? ഒരു അടി മുമ്പോട്ട് വയ്ക്കാൻ പറ്റുമായിരുന്നു. ഇത് ഞാൻ കത്ത് പിടിക്കണതിന് 2 കൊല്ലം മുമ്പുള്ള കാര്യം പറയണം. ഞങ്ങൾ 2 കൊല്ലം ഇരുന്നിട്ടാണല്ലോ കത്ത് പിടുത്തം ഉണ്ടാവണം. പിന്നെ അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയമായി പറയുന്ന ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വളരെ ഫ്ലിംസിയായ, വളരെ തെറ്റിദ്ധാരണാജനകമായ ആക്ഷേപങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരുന്ന കാര്യമാണ്. ഞാൻ അതിനേക്കാളൊക്കെ അപ്പുറം പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അതൊക്കെ ഇലക്ഷനിൽ വോട്ട് പിടിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങളുടെ ആളിൽ കണ്ടിട്ടില്ലേ ചില ഈ മേയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ തന്നെ നടക്കണ റീൽസും ഇതൊക്കെ വന്നാണ്ടില്ലേ. അപ്പൊ അത് ഇപ്പൊ ചില സമയത്ത് കണ്ടാത്തൊന്നും ഈ മേയർ ഏതോ അല്ലല്ല അങ്ങനെയല്ല. അതല്ല ഞാൻ പറയണേ. ഏജൻസികളൊക്കെ എല്ലാവരും അവരുടെയൊക്കെ ഉപയോഗിക്കുമല്ലോ. അതല്ല ഞാൻ പറയണേ. അസാധാരണനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന തോന്നൽ നമ്മുടെ നടത്തമൊക്കെ കണ്ട ആൾക്കാർക്ക് തോന്നിയാൽ ഇത് ഒരു തവണ കണ്ടിട്ട് പിന്നെ ശരിക്കും മനസ്സിരുത്തി ചിന്തിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇത് നമ്മുടെ അനിൽ തന്നെയല്ലേ. ഇവന് എങ്ങനെ നടന്നാലും ഇവന്റെ കഴിവും കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എന്നെ അടുത്ത് നിന്ന് കാണുന്ന ആൾക്കാർക്ക് അറിയാലോ. അതിനൊക്കെ ആ നിലയിൽ കണ്ടാൽ മതി. അതെ, ഈ കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ കുറിച്ച് എല്ലാ പരിപൂർണമായി മാറിയിട്ടില്ലല്ലോ. പക്ഷെ ആകെ മാറിയൊരു കാര്യം, ഈ ഒരു പരിധി കൂടുതൽ ഒരു മണിക്കൂറിലൊക്കെ വലിയ മഴ പെയ്താൽ ചില സ്പോട്സിൽ ഈ ഇപ്പൊ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, MG റോഡ്, ഇന്നലെ രാത്രി മഴ എന്താ മഴ പെയ്തത്? ഒറ്റ മണിക്കൂർ കൊണ്ട് മട്ടാഞ്ചേരി പെയ്തത് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ കണക്ക് വരും മൊബൈലിൽ. 88 മില്ലിമീറ്റർ മഴയാണ് ഒറ്റ മണിക്കൂറിൽ. കൊച്ചി മറ്റേ എന്താ സമുദ്രനിരപ്പിൽ കിടക്കുന്ന ഒരു നഗരമല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പമ്പിങ്. പിന്നെ നമ്മുടെ ശാശ്വതമായ പരിഹാരം ഞാൻ പറയാം, ചോക്ടല്ലേ ആയിട്ടല്ലേ നിൽക്കുന്നത്. ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ 4 കൊല്ലത്തില് ധനകാര്യമന്ത്രിയായ KN ബാലൻ, അദ്ദേഹത്തിന്റെ പേര് വിസ്മരിക്കാൻ പറ്റാത്തതാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലും അദ്ദേഹം കഴിയുന്നത്ര സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ OBT ഇനി മുമ്പോട്ട് പോകണം, കനാൽ റിജുവനേഷൻ മുമ്പോട്ട് പോകണം. പിന്നെ ഞാനും ശ്രീ ഉമേഷും ഈ 3 കമ്മീഷണർമാരും ഫയർ ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൂടി ചേർന്നുണ്ടാക്കിയൊരു മാതൃകയുണ്ട്. അതില് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ നിയോഗിച്ച അമിക്കസ് ക്യൂറിമാരും ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇങ്ങനെ പോക്കല ആയിട്ടുള്ളൊരു ജഡ്ജാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം നിയോഗിച്ച അമിക്കസ് ക്യൂറിമാരൊക്കെ എന്നോട് പൂർണ്ണമായും സഹകരിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ അതൊരു ടീം കൊച്ചി എന്നൊക്കെ പറയുന്ന ഒരു ടീം വർക്ക് ആയിരുന്നു. ടീം കൊച്ചി ഫോർ OBT, ക്വിക്ക് റിയാക്ഷൻ. അല്ലെങ്കിൽ ഫയർ, ഞങ്ങൾക്ക് ഇപ്പൊ എത്ര പമ്പുണ്ട് അതിലൊരു 1-2 നിങ്ങൾ കണ്ടിട്ടില്ലേ, മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ കണ്ടിട്ടില്ലേ, ഒരു ഓടി അങ്ങ് ചെന്ന് വെള്ളം എങ്ങനെയെങ്കിലും ഒക്കെ വെള്ളക്കെട്ടിലെ ആൾക്കാർ നീന്തണ മറ്റേ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ന്യൂസ് റൂമിൽ നിന്ന് ചോദിക്കുമ്പോ മഴ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വെള്ളം കുഴപ്പമില്ല, സാധാരണ. അപ്പോ അതൊക്കെ മീഡിയ വർക്ക്. ഞാൻ പറയണത് മീഡിയ ഒക്കെ കാണിക്കണം, ഞാൻ കാണിക്കരുത്. കാരണം നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യണമല്ലോ. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം മുഴുവനും നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ ക്വിക്ക് റെസ്പോൺസ് എന്ന് പറയില്ലേ, നമ്മുടെ റെസ്പോൺസ് സിസ്റ്റംസ് ഒക്കെ മാറി. അതിൽ തന്നെ അതെന്താ വെച്ചാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്നോട് അതിര് കടന്ന വാത്സല്യമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ പോയിട്ട് നമ്മുടെ ചെന്നൈ പോയിട്ട്, അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയാണെന്ന് തോന്നുന്നു. നമ്മുടെ സിനിമാ നിർമ്മാതാവില്ലേ ആൻഡോ, എന്റെ നല്ല സുഹൃത്താണ്. അപ്പൊ ഇവര് പോയിട്ട് അവിടെ നിന്നാണ് എന്നെ വിളിക്കണത്, ഇതൊക്കെ ഒന്ന് കാണണം ചെന്നൈയിൽ. അങ്ങനെയാണ് ഞാൻ അന്നത്തെ സെക്രട്ടറിയെയും അന്നത്തെ എഞ്ചിനീയേഴ്സിനെയും, ഇറിഗേഷൻ്റെ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനൊക്കെ കൂടി ചെന്നൈയിൽ വിട്ടിട്ട് അവിടെ എഫക്റ്റീവ് ആണെന്ന് കണ്ട സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വാങ്ങിയത്. ഒരെണ്ണം വാങ്ങാൻ വേണ്ടി, അതും ഞങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന നമ്മൾ വാങ്ങിയ മെഷീനറീസിലെല്ലാം മെയിൻ്റനൻസും അവർ തന്നെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നിട്ട് 5-ാം ദിവസം നമ്മുടെ ആൾക്കാർ പിന്നെ നടക്കൂല. ശരിക്കും അത് ഈ വെള്ളക്കെട്ട് ദൂരീകരിക്കുന്നതിൽ എങ്ങനെയാണ് ഉപകരിച്ചത്? ഭയങ്കരമല്ലേ. ഹൈക്കോടതി തന്നെ പലവട്ടം അഭിനന്ദിച്ചത്. കാരണം ഈ ചോക്ഡ് ആയിട്ടുള്ള ട്രെയിൻസിനെ നമുക്ക് സ്ഥിരമായിട്ട് ക്ലിയർ ചെയ്ത് പോകാം. ആവശ്യ തുരുത്തിയെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ടായി, അതായത് അവർ താമസക്കാരെ ഒരാൾക്കാണ് ഇതിന്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങ്. അപ്പോ മുഖ്യമന്ത്രി അവിടെ പറയുന്ന കാര്യം ഉണ്ടായിരുന്നത്, ഈ കാഴ്ചയിൽ നമുക്ക് ഒരു ജനപ്രതിനിധി നിലക്ക്, പൊതുപ്രവർത്തക നിലക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന മൊമെന്റുകളിൽ ഒന്നാണ് എന്ന നിലക്ക്, ആ നിലക്ക് ആ പ്രോസസ്സ് കടന്നു പോയി അത് യാഥാർത്ഥ്യമായി എന്ന നിലക്ക് എങ്ങനെയാണ് ഓർത്തെടുക്കാൻ പറ്റുന്നത്? അല്ല, ഇനി ഞാൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ മുഖത്തെ സംതൃപ്തിയാണ്. ഞാൻ മുഖ്യമന്ത്രിയെ 4 പ്രോജക്റ്റുകൾക്ക് കൊണ്ടുവന്ന്. ആദ്യത്തെ G സ്മാരകം അദ്ദേഹം കണ്ടില്ല, അത്
കയറി കണ്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു. വന്നത് തന്നെ എന്നോടുള്ളൊരു പരിഗണനയുടെ ഭാഗമായി വന്നു. അത്ര ബിസി ആയിരുന്നു. കാരണം ഹൈക്കോടതിയിലൊരു ഇത്. പക്ഷെ അദ്ദേഹം അന്ന് പ്രസംഗിച്ചു. അസാധ്യമായതായിരുന്നു ജീസ്മാരാൻ ചെയ്തത്. അത് അദ്ദേഹം അന്നും എല്ലാ തവണയും അദ്ദേഹം അത് പറയുന്നുണ്ട്. അസാധ്യമായതാണ് സാധ്യമാക്കിയെന്ന് പറഞ്ഞു പോയി. പിന്നെ വന്നത് മാർക്കറ്റിനാണ്. വളരെ സന്തോഷമായിരുന്നു അദ്ദേഹം. അതും അസാധ്യമായിരുന്നല്ലോ. അതെ. പക്ഷെ അത് അദ്ദേഹം എപ്പോഴും നമ്മളെ നോക്കി പറയണമെന്നൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഒരാളോട് തിരുവനന്തപുരത്ത് ചെന്നിട്ട് ആര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരംകാരോട് അപ്പം തന്നെ പറഞ്ഞു, നിങ്ങൾ കൊച്ചി മാർക്കറ്റ് പോയി കാണണം, നമുക്കിവിടെ ഈ മാർക്കറ്റ് അടിയന്തരമായി അതിൽ നിന്നില്ല. പിന്നെ ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ അദ്ദേഹം അടിയന്തരമായി ഇവരൊക്കെ മീറ്റിംഗ് വിളിച്ച് അതിലുണ്ടായിരുന്ന ബോട്ടിലേക്ക് അഴിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ മാർക്കറ്റ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് തട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ വന്നത് മൂന്നാമത്തെ, ഞാനിത് പറഞ്ഞപ്പോ തന്നെ അദ്ദേഹത്തിന് ഓഫീസ് വലിയ താല്പര്യം ഉണ്ടായില്ല. എന്റെ ഊഹം ടൈം പറഞ്ഞു. കാരണം അദ്ദേഹം ഭയങ്കര ബിസി ആയിരുന്നു. അപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ ഓഫീസ് എന്നോട് പറഞ്ഞത് നമുക്ക് ആ വീടുകൾ കൊടുക്കാമെന്നാണ്. അപ്പോ അതിനദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്നെക്കാളൊക്കെ കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ജീവിത പ്രയാസങ്ങൾ കണ്ടറിഞ്ഞു വന്നൊരു മനുഷ്യനല്ലേ. നമ്മുടെ പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ലല്ലോ. അദ്ദേഹത്തിന്റെ മുഖത്ത് ആ വീടിന്റെ അവിടെ നിന്ന് ഞാൻ പുറത്തിറക്കി കാഴ്ചയൊക്കെ കാണിച്ചു കൊടുത്തല്ലേ, ബാൽക്കണി. ആ ഫോട്ടോ വല്ലാർപാടവും ഇതും, അത് ഒരു സമ്പന്നന് കിട്ടുന്ന കാഴ്ച പാവപ്പെട്ടവന് കിട്ടുന്നതിന്റെ ഒരു സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹം ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ഞാൻ ഉച്ചയ്ക്ക് അദ്ദേഹത്തെ കണ്ടു. ഒരു പാല് കാച്ചിൽ വേണമെന്ന് ചോദിക്കാൻ വെറുതെ ഉച്ചയ്ക്ക് അദ്ദേഹം വന്നപ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി അദ്ദേഹം അന്ന് വളരെ ടെൻസ്ഡും തിരക്കുകളിൽ പാക്ഡ് ആയിരുന്നെങ്കിലും സംതൃപ്തനായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കേരളത്തിന് കിട്ടിയൊരു ലിഫ്റ്റായിരുന്നു തുരുത്തി. മുഖ്യമന്ത്രിക്കോ ഒരു ഗവൺമെന്റിനോ മാത്രമല്ല, മലയാളിക്ക് ദേശീയ തലത്തിൽ കിട്ടിയൊരു ലിഫ്റ്റായിരുന്നു. അപ്പൊ അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പ്രശംസിക്കുന്നതിനൊക്കെ വളരെ മൈസർലി ആയിട്ടുള്ള ആളാണ്, പിശുക്ക് കാണിക്കുന്ന ആളാണ്. അങ്ങനെ വെറുതെ ഒന്നും കയറി നിങ്ങളൊരു സംഭവമാണെന്നൊന്നും നമ്മളോട് പറയൂല. നാലാമത്തെ കോർപ്പറേഷൻ ഓഫീസ് വന്നപ്പോഴും അദ്ദേഹത്തിന് ഒരിക്കലും വരാൻ പറ്റാതെയാണ് വന്നത്. അപ്പൊ വന്നപ്പോ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിനൊരു ചെയ്ത കാര്യങ്ങളിൽ ഒരു സംതൃപ്തി ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് തുരുത്തി, അതല്ലേ പറഞ്ഞ തുരുത്തി നേരത്തെ സമൃദ്ധി പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അതൊരു അവരുടെ രാഷ്ട്രീയം കൂടെയാണ്. അവസാന കാര്യങ്ങൾ ഇപ്പൊ ആര്യയെ കുറിച്ച് പറഞ്ഞ്, ആര്യ കഴിഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞപ്പോഴാണ്, അതായത് അവിടെ പറയുന്ന സാധനം എന്റെ ചേച്ചി എന്നാണ് വിളിക്കാറുള്ളത്. തമാശക്ക് ഞാൻ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞോടൊക്കെ ഇങ്ങനെ ഓരോ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളുടെ ചുമതല ഉണ്ടായിരുന്നു ഇടതുപക്ഷക്കാരായ ജനപ്രതിനിധി എന്ന നിലക്ക് ആര്യയുടെ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ചും. ആര്യ എന്റെ അഭിപ്രായത്തില്, ഞാൻ ആ പ്രായത്തിൽ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഞാൻ കമ്പയർ ചെയ്യണേ. ഞാൻ 25 വയസ്സിലെ കൗൺസിലറായിരുന്നു. ഞാൻ കൗൺസിലറായപ്പോൾ എനിക്കുണ്ടായിരുന്ന കഴിവിനേക്കാൾ, എനിക്കുണ്ടായിരുന്ന പക്വതയേക്കാൾ കൂടുതൽ ആര്യക്കുണ്ട്. ചില ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ ആര്യ ഇപ്പം തന്നെയായിട്ട് കമ്പയർ ചെയ്യും. അത് ശരിയല്ല. അത് നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. പിന്നെ എനിക്ക് പൊതുവേ ഉള്ളൊരു, ഞാൻ ബിൽഡപ്പ് ചെയ്തേക്കണ ഒരു സ്വഭാവം, എന്നേക്കാൾ പോപ്പുലർ ആയിരുന്ന ആര്യ ഇപ്പോഴും പോപ്പുലറാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല നിങ്ങളുടെ സങ്കല്പം എന്താണെന്ന്. അതും എന്നോട് ശ്രീ ബാലേന്ദ്രനാണ് പറഞ്ഞത്. അദ്ദേഹം എന്നോട് ഒരു ദിവസം പറഞ്ഞു, തുടങ്ങിയപ്പോ അന്ന് എനിക്ക് ആരും അറിയില്ല, ഇദ്ദേഹത്തിന് ഭയങ്കര ദീർഘദർശനമുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ്, ഈ 4 മേയർമാരിലും താനായിരിക്കും പെർഫോം ചെയ്യണത്, പക്ഷെ എല്ലാ കയ്യടിയും ആ കുട്ടിക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചാൽ ആരെ പറ്റി പറയണം? അല്ല, പുതിയ തിരുവനന്തപുരത്തെ കുട്ടിയില്ലേ? അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ ബാലൻസ്? എടോ, എല്ലാ പാർട്ടിക്കാരും കേരളത്തിൽ അവരുടെ ഫാനായിരിക്കും. അപ്പം ഞാനിങ്ങനെ ബ്ലിങ്കസ് അടിച്ചിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ്, എടോ അതൊരു കൊച്ചു കുട്ടിയല്ലേ, അവള് കയറി വരുമ്പോൾ തനിക്ക് ഒരിക്കലും ഈ റെക്കഗ്നേഷൻ കിട്ടൂല, അപ്പൊ താനത് കാര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കൊരിക്കലും ഈ ആര്യക്ക് കിട്ടുന്ന, നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കും, ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഇല്ലേ പാർട്ടിയുടെ, ഞാനും ആര്യയും കൂടി കേരളത്തിൽ എവിടെ പോയാലും ഒരുപാട് ജനക്കൂട്ടം വരും. എന്നിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് ചില സമയത്തൊക്കെ എന്നോട് ചില ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങളുടെ ഫോട്ടോ ഒന്ന് എടുത്തു തരുമോ. ആര്യക്കായ വിഷമവും. കാരണം ആര്യ എന്നോട് വല്ല ബഹുമാനത്തോട് പെരുമാറുന്നൊരു, അവർക്ക് ഞാൻ മേയറാണെന്ന് പോലും അറിയില്ല. എനിക്കതിലൊന്നും ഒരു പ്രശ്നമല്ല. കാരണം എൻ്റെ പിന്നാലെ വരുന്ന ഒരാള് ഉയർന്നു വരുമ്പോൾ ഞാനത് വളരെ സന്തോഷത്തോടുകൂടി കാണുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ കോതമംഗലം ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇപ്പോഴത്തെ നമ്മുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സതീഷ്. അദ്ദേഹം അന്നത്തെ സതീഷ് അല്ല ഇന്നത്തെ സതീഷ്. ഞാൻ ഈ ഒരു പാർട്ടി കോൺഗ്രസ് ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് ഇംഗ്ലീഷിൽ ഇപ്പോൾ എവിടെ പോയി പറഞ്ഞു, ഈ സതീഷ് പറഞ്ഞ പോയിന്റ് എടുത്തിട്ടാണ് എൻ്റെ ഫസ്റ്റ് സെന്റൻസ് പോലും പാർട്ടി കോൺഗ്രസിൽ ഈ മധുരൈ കോൺഫറൻസിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ആയിരുന്നു.
അപ്പം ഞാൻ സതീഷിനോട് പറഞ്ഞു, ഞാൻ കുറേ കാലമല്ലോ ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കണം, അങ്ങനെ പാർട്ടി കമ്മിറ്റിയിൽ ഇരിക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പം ഞാൻ സതീഷിനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ഞാൻ ഓപ്പണായി പ്രശംസിക്കുന്ന ഒരാളാണ്, ചെയ്യണം എന്നുള്ള വിശ്വസിക്കുന്ന ഒരാൾ. ഒരു ഇതുവരെയുള്ള എൻ്റെ സങ്കല്പം, അത് വെറും സങ്കല്പമല്ല, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം എത്ര കണ്ട് ആക്രമിച്ചാലും, ആര്യ പിടിച്ചു നിന്നാൽ, ആര്യയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ ആര്യ തിരുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് സ്വയം വിമർശനമാണ്. എനിക്ക് ധാരാളം തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളായിട്ടിരുന്ന് ഈ അഭിമുഖം നടത്തുമ്പോഴും നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലൊരു മേയറാണെന്ന് പറയുമ്പോഴും എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്.